ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് വിത്ത് എക്സൽ ഗെയിമിംഗ് വൈറ്റി. അപ്പോൾ നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഇന്നത്തെ കണ്ടൻറ് എന്താണെന്ന് വെച്ചാൽ ഒരു നൂബ് റാങ്കാണ്. നൂബാണോ, അത് ഒരു ബോട്ടാണോ, അതോ പ്രോ പ്ലെയർ ആണോ, അത് ലെജൻഡാണോ, ഓൾഡ് പ്ലെയർ ആണോ, ആരാ വരാൻ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ സെറ്റായി. പിന്നെ നിങ്ങൾ ഈ പുതിയൊരു ഇവൻറ്റ് കണ്ടോയെന്ന് അറിയില്ല, ഈ മൂൺ വാക്ക് എന്ന് പറഞ്ഞ അത് നിങ്ങൾ എടുത്തോന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ പുതിയ ഈ ഒരു M10 ഒരു പുതിയൊരു സ്കിന്ന് വന്നിട്ടുണ്ട്. അത് ഞാൻ ട്രൈ ഔട്ട് ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ട്രൈ ഔട്ട്. നമ്മുടെ പുതിയ M1887 സ്കിന്ന് വന്നപ്പോൾ ഇതേപോലെ ട്രൈ ഔട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ട്രൈ ഔട്ട് എന്ന് പറയുന്നത്. M1887 സ്കിന്ന് ഇത് നമ്മുടെ ഓൾഡ് സാധനമാണ്. ഇത് ഈ ഓൾഡ് പ്ലേയേഴ്സിനൊക്കെ ഉണ്ടാവും, ഈ ചില യൂട്യൂബേഴ്സിൻ്റെ കയ്യിലൊക്കെ ഉണ്ടാവും. അക്ഷയ് കസറ്റിൻ്റെ കയ്യിലുണ്ടോ എന്നൊക്കെ അപ്പം തന്നെ എല്ലാവരും ചോദിക്കും. അക്ഷയ് കസറ്റിൻ്റെ കയ്യിലുണ്ടോയെന്ന് എനിക്ക് വലുതായിട്ടൊന്നും അറിയില്ല, പക്ഷെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവൻ M10 സ്കിന്ന് എപ്പോഴും ഇവോ മാക്സ് ആണ് ഉപയോഗിക്കാറ്. ഞാനാണെങ്കിൽ എപ്പോഴും ഇതായിരിക്കും യൂസ് ചെയ്യും. എനിക്ക് ഈ ക്യൂട്ട് വോയിസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആണെങ്കിൽ ഇതാണ് യൂസ് ചെയ്യുക. അപ്പോൾ എല്ലാത്തിനും നമ്മൾ ഇതിലും വൺ ടാപ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം ഇത് കാണിച്ചാൽ ഇനിയെങ്കിലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കുറേ പേര് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ അത്ര അങ്ങ് വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ നമ്മളാണെങ്കിൽ മാച്ചും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നൂബ് റാങ്കാണ്, നമ്മൾ ഗണ്ണൊന്നും എടുക്കില്ല. ഓക്കേ, ഇതൊരു പൊട്ടാനാണോ? അല്ല, പൊട്ടറ നമസ്തേ ഇങ്ങോട്ടൊക്കെ ഉണ്ടോ? ഇപ്പോഴൊക്കെ ഞാൻ ഒന്ന് നമസ്തേ ഇങ്ങോട്ട് പോകാൻ വേണ്ടി അപ്പം തന്നെ ഫിസ്റ്റിൻ്റെ ബട്ടൺ നെക്കിണ്ട്, ഞാൻ തീർന്നേനെ. അയ്യോ, MP40 കാണുമ്പോഴേക്ക് MP40 എടുക്കാൻ തോന്നുന്നു. പൊട്ടാസും വാടാ മോനെ വാടേ, ഞാനൊക്കെ നിന്ന് തരിക. ഞാൻ കുഞ്ഞാലോ ആ സമയത്തൊന്ന് കുഞ്ഞാലോ അങ്ങനെ അവൻ തലയ്ക്ക് സ്കോപ്പ് ഇട്ടിക്കുമ്പോൾ കയ്യിൽ പൊട്ടാസ്. ഇവൻ പൊട്ടാസ് കണ്ടിട്ട് ഉള്ളി MP40 എടുത്തിരിക്കുക. അവൻ വരുമ്പോൾ തലയ്ക്ക് സ്കോപ്പ് ഇട്ടിക്കുമ്പോൾ അവൻ്റെ ഫയറിങ് കഴിയുമ്പോഴത്തേക്ക് എണീക്ക് അടിക്കുക, അത്രേ ഉള്ളൂ. അവൻ വരുമ്പോൾ തലയ്ക്ക് സ്കോപ്പ് ഇട്ട് വെക്കുമ്പോൾ ഇരിക്കുക, എണീക്ക് അടിക്കുക. പക്ഷെ അങ്ങനെ ചെയ്യില്ല. ഉള്ളി നൂബ് റാങ്ക് ചാലഞ്ച്. അടിച്ചാലോ? എന്താടാ ആദമിനെ കളിയാക്കുക. ഇവനൊക്കെ ആരടാ ആദം കൊടുത്ത്? ഇവനൊക്കെ ഓൾഡ് പ്ലെയർ ആണ്. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഓൾഡ് പ്ലെയർ ആണ്, കാരണം ആദമുണ്ട് ഗൈസ്. ആദം ബൈ ഏതെങ്കിലും കണ്ടിട്ട് ഡെസേർട്ടുകൾ പ്രോ പ്ലെയർ. നമുക്കറുത് ഇമോട്ട് ഇടാം. ഈ ഇമോട്ടൊന്ന് വേഗം കഴിഞ്ഞാൽ മതിയാണ്. ഡെസേർട്ടുകൾ, ഓ മൈ ഗാഡ്. എനിക്ക് 0 ഉണ്ടാകുമ്പോൾ 2 ഡെഡ്. അടിച്ചാലോ? സിറ്റപ്പ് ഷോട്ട്, ദാറ്റ് ഈസ് ക്രേസി ബ്രൈസ്. ഇപ്പം തന്നെ ഇമോഷനൊക്കെ ഇട്ടെ. എനിക്ക് ഇമോഷൻ എടുത്തതിൻ്റെ ഒരു ഭ്രാന്താ. ഇനി അടുത്തതിൽ ഞാൻ ഏതെങ്കിലും ഷോർട്ട് ഗൺ എടുക്കൂല, ഉള്ളി ലോങ് റേഞ്ച് മെഷീൻ ഗണ്ണായിട്ട് എടുക്കുക. അയ്യോ, ഒന്ന് വേഗം വാടാ, ഞാൻ നെറ്റ് പോയൊരു പാവാടാ. ഒന്ന് വേഗം വാ, എന്തിനാ നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? വന്നൂട്, തലയ്ക്ക് സ്കോപ്പിടറാ. എൻ്റെ സ്വഭാവം. ഓക്കെ, അങ്ങനെ നമുക്കങ്ങ് തുടങ്ങിയാലോ? മൂഞ്ചോ അറിയില്ല, മൂഞ്ചി എടുക്കും. SVD. ഞാൻ ഷോർട്ട് ഗൺ ഒരിക്കലും എടുക്കൂല. അവൻ്റെ കളിയൊക്കെ കണ്ടിട്ട് ഒരു പ്രോ പ്ലെയർ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഷോർട്ട് ഗണ്ണൊക്കെ എടുത്താൽ ഒറ്റ അടിയിൽ തന്നെ അങ്ങ് തീർക്കും. അതും എനിക്കൊരു പേടിയുണ്ട്.
ഇതിൻ്റെ അട്ടത്ത് കയറിയിട്ട് അവനെ എവിടെയാന്ന് നോക്കട്ടെ. താട്ടി കയറുന്നുണ്ട്. ഏതെന്താ ഹാക്കറോ? നെറ്റ് പോയി, നെറ്റ് പോയി. ഈ കളി പൊട്ടിയാൽ ഞാൻ വേറൊരു കളി സ്റ്റാർട്ടാക്കും. ഞാൻ ജോയ്സ്റ്റിക്കാണ് കൈസ് ഉപയോഗിക്കുന്നത് തന്നെ. ജോയ്സ്റ്റിക്ക് തന്നെ ഇപ്പോൾ ഉപയോഗിച്ച് കളിക്കുകയാണ്. അയ്യോ കുടുങ്ങി. ഇഷ്ടപ്പെട്ടു. ഇതെന്താ എൻ്റെ മക്കാല വരുന്നത്? ഞാൻ ഗണ്ണൊക്കെ കൈ പിടിച്ച പോകുന്നത്. നമ്മൾ പിയർ ബോട്ട്. അയ്യോ അവിടെ അവൻ ഉണ്ടായിരുന്നു. കുത്തിപ്പിടിക്കുക. പിടിയൻ ഗൈസ്, പിടിയൻ അമ്മാവൻ. ഞാൻ നിനക്ക് എടന്ന് അടി മോനെ. പോടെ. ഗൈസ് ഞാൻ അടിച്ചത് നിങ്ങൾ എന്നെ ഒന്ന് കമൻറ്റ് ചെയ്യും. ഞാൻ എന്തിനാ അങ്ങനെ അടിച്ചത്? നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? ആ ഇപ്പോൾ റിപ്പോർട്ട് അടിച്ചാൽ പോലും എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ ഇപ്പം എന്തിനാ അടിച്ചിട്ടേന്ന്? നിങ്ങൾ എന്നെ കണ്ടല്ലേ, ഞാൻ ഒന്ന് മാറി നിന്നപ്പോഴത്തെ ഒറ്റ അടി. ഞാൻ എന്ത് ചെയ്യാനാ? നെറ്റ് പോയി. 999+ ആക്ക് ഗരീന. എനിക്ക് 999+ കാണണം. ഗരീന 999+. വാടാ അങ്ങോട്ട്. അവൻ അവിടെ കവറെടുത്ത്. അയ്യോ നെറ്റ് പോയി, കവറെടുക്കട്ടെ. ഇടിച്ചു കൊല്ലാൻ നോക്കുക, പക്ഷെ ഞാൻ ഇടിക്കൂല. പിയർ പ്രോ പ്ലെയർ കണ്ട സിറ്റപ്പ് ഷോട്ടൊക്കെ ഞാനും ഇടിക്കുക. എന്താണ് ബ്രോ മഡയാണോ? ഇങ്ങോട്ടടിക്കണേ. പൊട്ട സാധനങ്ങളൊക്കെ ഉള്ളൂ. നിങ്ങൾ എന്തൊക്കെയാലും കമൻറ്റ് ചെയ്യണോ? ഞാൻ എന്തിനാ അവൻ ടീമപ്പ് കാണിച്ച പഠിച്ച് നിങ്ങൾ എന്തൊക്കെയാലും കമൻറ്റ് ചെയ്യണം. അല്ലേ ഞാൻ വീഡിയോസ് ഇടില്ല. അതിൽ നിങ്ങൾ സന്തോഷിക്കുകയാണെങ്കിൽ അത് കുഴപ്പമില്ല. നിങ്ങൾ കുറേ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് കാണും, കണ്ടോ. പിന്നെ അടുത്ത ഫ്യൂച്ചർ യൂട്യൂബറൊക്കെ ആവും ഇങ്ങനത്തെ തന്നെ അക്ഷയ കസിറ്റിലൊക്കെ നിങ്ങളൊക്കെ പറഞ്ഞാൽ അതേപോലെയൊക്കെ ആവും ഞാനൊക്കെ ആയാലോ. അതൊക്കെ നിങ്ങൾ ഓർക്കണം. പിന്നെ ഞാനൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ അക്ഷയ കസിറ്റൊക്കെ പോയാൽ. പിന്നെന്തറാ അവൻ ടീമപ്പ് കാണിച്ചപ്പോൾ ഞാൻ ചെയ്ത് ഞാൻ കറക്റ്റ് ചെയ്ത്. അവൻ എന്നെ അടിച്ചപ്പോൾ ഞാനും അവനെ അടിച്ചു. ഫുൾ ഡൗൺ. എവിടെ അവിടെ ഉണ്ട് അവിടെ മൂമെന്റ് ഇട്ട് കളിക്കുക. എവിടെ മൂഞ്ചല്ലേ 50 എത്ര ഫുൾ ഡാം. ഹെൽമെറ്റ് പൊട്ടി. അവനവിടെ വെറുതെ കഴിയുന്നടാ. അയ്യേ അവനറിയുന്നു ഞാൻ അടിക്കൂലെന്ന്, എനിക്ക് അടിക്കാൻ പറ്റൂലെന്ന്, അങ്ങനെയൊക്കെ വിചാരിക്കും. എൻ്റെ ഇടയ്ക്ക് റീലോഡ് പ്രോസസ്സൊക്കെ കാണിച്ചാൽ ഞാൻ തീർന്നു. അങ്ങോട്ടടാ അവ ഇങ്ങനെ ഓടുന്നേ. തൊട്ട് 23 ഇവിടെ ഫുൾ ഡാം മിക്ക ഫുൾ ഡാം വന്നാണ്.
അവൻ മണ്ടടിച്ചോട്ടെ, ഞാൻ ചാവാതിരുന്നാൽ മതി. ഒരു ഒന്നാന്തര പിടിയാണ് കേട്ടോ, കണ്ടോ പിടിക്കുന്നത്. എന്തര ഇന്റർനാഷണൽ പ്ലെയറിൻ്റെ അടുത്താണോടാ നിന്റെ കളി. ഷെറിലോഡിൻ്റെ ഗൈസ് ജീവൻ മരണ പോരാട്ടം, ജീവൻ മരണ പോരാട്ടം, ജീവൻ മരണ പോരാട്ടം, ജീവൻ മരണ പോരാട്ടം. സോറി ഗൈസ്, സോറി ഗൈസ്. ഈ സമയം കൊണ്ട് അവൻ എന്നെ എന്തെങ്കിലും ചെയ്യും. നമുക്ക് ഇവിടെ വന്ന് ഞാൻ എന്താ പറയുക പറയാൻ വന്നേ. ഈ സമയം കൊണ്ട് അങ്ങനെ ചെയ്താലേ പിന്നെ പ്രശ്നമാവും. അവൻ അവൻ ഡെസേർട്ട് ഗ്ലാസ് എൻ്റെ മണ്ടത്തല വിളിക്കും. ഞാനാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കൂടെ എംട്രനാണ് എടുത്തിരിക്കുന്നത്. തലയ്ക്ക് സ്കോപ്പ് ഇട്ട് ദൈവമേ, അപ്പം തന്നെ ഞാൻ തീർന്നേനെ. AW കൈ പിടിച്ചൊക്കെ ചങ്ങായി. അപ്പൊ ഇത് ഇവിടെ തീരുമൊക്കെ തോന്നുന്നില്ല. അതാണെങ്കിൽ ഇവിടെ കട്ട ഹോൾഡിംഗ് ആണ്. തല പൊളിയോ ഇല്ലയോ നമുക്ക് നേരിട്ട് തന്നെ കാണാം. ആരുടെ തല പൊളി? 90 ഞാൻ കയറിപ്പോയി പണി മേടിക്കുന്നില്ല. അവിടെ ഇടിക്കുന്നു അയ്യോ ഇടിക്കുന്നോടാ. പൊട്ടാനായതുകൊണ്ട് ഇതിലൂടെ ഒന്നും വരൂലായിരിക്കും. എടാ താടാതായി വന്ന് പക്ഷെ മെഡിക്കറ്റ് അടിച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്. അവിടെ AW പൊട്ടാനല്ലേ. എടാ യെസ് ഗായ്സ്, അങ്ങനെ ഗായ്സ് നമ്മളെ ചാലഞ്ച് ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. സക്സസ്ഫുള്ളി നമ്മൾ എല്ലാ റൗണ്ടും വട്ടാ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ എന്തൊക്കെയായിരുന്നു കമൻറ്റ് ചെയ്യുക. നമുക്ക് ലൈക്കൊക്കെ കൊടുത്തേക്കാം പൊട്ടകളി കളിച്ചതിന്. അപ്പോൾ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ആ നൂപ്പറാങ്കിൽ അവനെ എന്നെ ടീമപ്പ് ആക്കിയപ്പോൾ ഞാൻ അവനെ അടിച്ചത്. കാരണം അവനെന്നെ അടിച്ചുകൊണ്ടാണ് ഞാൻ അവനെ അടിച്ചത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത പുതിയ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് ബൈ ടാറ്റ ഗുഡ് ബൈ.